ഞാൻ അപകടം നടന്ന സ്ഥലത്തുനിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരത്താണ്. പക്ഷേ ഈ അപകടം നടന്നു എന്നറിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഈ ഭാഗത്ത് ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ എല്ലാം 1 കിലോമീറ്റർ ദൂരം തൊട്ടേ പോലീസുകാർ കംപ്ലീറ്റ് റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഇതിനകത്ത് ഒരു മലയാളിയും കൂടി ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ അവരോട് പോലീസിന്റെ അടുത്ത് വിവരം പറഞ്ഞ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഫ്ലൈറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും അത് തീ അണച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം ബോഡി ഇപ്പോഴും, ഞാനിപ്പോ സിവിൽ ഹോസ്പിറ്റലിന്റെ പരിസരത്താണ് ഉള്ളത്. ആംബുലൻസിനകത്ത് ഇപ്പോഴും ബോഡി അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ ഒരു ദുരന്ത അന്തരീക്ഷം എങ്ങനെ, എത്രത്തോളം വ്യാപ്തിയുണ്ട് ആ ദുരന്തത്തിന്? വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തില് ഒരു വലിയൊരു ദുരന്തം ഇത് ഒഴിവായിട്ടുണ്ട്. കാരണം ഈ സംഭവം നടന്നിരിക്കുന്നത് മേഘാണി എന്ന് പറയുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഹൗസിംഗ് ബോർഡിന്റെ ബ്ലോക്കുകളാണ് അവിടെ ഉള്ളത്. പക്ഷേ ഭാഗ്യവശാൽ അവിടെയല്ല ഈ ഫ്ലൈറ്റ്. ഒരു 100 മീറ്റർ ദൂരത്തോട്ട് മാറിയിട്ട് ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അവിടെ കുറച്ച് ഗവൺമെന്റ് ഓഫീസുകളൊക്കെ ആയിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള, അത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു ബ്ലോക്കുകളായതുകൊണ്ട് അവിടെ എല്ലാം ഇടിച്ചു നിരപ്പാക്കി ആ ഒരു സ്ഥലം കൂടി അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിന് വേണ്ടി കൊടുത്തു. അവരവിടെ ക്വാർട്ടേഴ്സും ഹോസ്റ്റലും ഒക്കെ പണിഞ്ഞ് ഒരു 3-4 ബ്ലോക്കുകൾ മാത്രമേ പണിത് കഴിഞ്ഞിട്ടുള്ളൂ. അവിടെയൊക്കെ ജൂനിയർ ഡോക്ടർമാരൊക്കെ അവരിൽ പലർക്കും അപകടം പറ്റിയിട്ടുണ്ട്, മരിച്ചു എന്നൊക്കെയാണ് ഉള്ളത് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വ്യക്തമായിട്ടും എത്ര പേര് മരിച്ചു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ കണക്ക് ഇപ്പോഴും നമുക്ക് അതുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ആ പ്രദേശത്തേക്ക് വലിയ രീതിയിൽ പുകയാണ്, അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. ചില ആളുകൾ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്? ഇല്ല പുകയുടെ അന്തരീക്ഷം എല്ലാം മാറി. പക്ഷെ കംപ്ലീറ്റ് ഏരിയ പോലീസും ഫയർ എഞ്ചിനും ആംബുലൻസും പിന്നെ അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ആൾക്കാര് അവരെല്ലാവരെയും കൊണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമായിട്ട് ഇവിടെ മാറിയിരിക്കുന്നു. അങ്ങനെ റിലേറ്റീവ്സ് ഒക്കെ ഇവരുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആൾക്കാരുടെ ബന്ധുക്കളൊക്കെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ ഈ പ്ലെയിൻ ക്രാഷ് ഉണ്ടായിരിക്കുന്നത് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട ഹോസ്പിറ്റലുകളിൽ ഒന്നാണ്. അപ്പൊ അതിന് അടുത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായതുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും ഇവിടെ എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫയർ ബ്രിഗേഡുകൾ വന്നിട്ട് ഇതിലെ കംപ്ലീറ്റ് തീ അണച്ച ശേഷം അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ബോഡികളാണ് ഇപ്പോഴെടുത്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അവിടെ ഈ വിമാനം തകർന്ന സ്ഥലത്ത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ, എത്രത്തോളം വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു ഗ്രൗണ്ട് ആണ് തൽക്കാലം അവിടെ ഉള്ളത്. അവിടെ കുറച്ച് വീടുകൾ, ഹോസ്റ്റലുകൾ മാത്രമേ അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലുകൾ പണിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു അപകടത്തിന്റെ വ്യാപ്തി വളരെ കുറഞ്ഞിട്ടുണ്ട്. 100 മീറ്ററോട് അകലെയായിട്ട് ഗുജറാത്ത് ഹൗസിംഗ് ബോർഡിന്റെ ആ ബ്ലോക്കുകളുടെ ഇടയിലോട്ടാണ് ഈ പ്ലെയിൻ വീണിരുന്നെങ്കിൽ മരണസംഖ്യ ഇതൊന്നും ആയിരുന്നില്ല, വളരെയധികം കൂടുമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഇത് കുറച്ചുകൂടെ മാറിയിട്ട് ഒരു ഒഴിഞ്ഞ കോണിലോട്ടാണ് ഇത് വീണിരിക്കുന്നത്. ഓക്കെ, ഈ വിമാനം തീഗോളമായി മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വിമാനത്തിൽ ഉള്ളവരെല്ലാം മരിച്ചു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അത്തരത്തിൽ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇതുവരെയായിട്ടും അങ്ങനെ ആരെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്കുകളൊന്നും ഇപ്പൊ ഞങ്ങളിവിടെ സിവിൽ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. ഇനിയിപ്പോ എന്തായാലും നമ്മുടെ ആ ഒരു പോസ്റ്റ്മോർട്ടം റൂമിന്റെ അടുത്തൂടെ പോയിട്ടൊന്ന് കാരണം എല്ലാ സ്ഥലത്തും അങ്ങനെ പോലീസുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. നമുക്ക് ഒരിടത്തോട്ടും അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങോട്ട്. ഓക്കെ, ഒരു മലയാളിയും ഒരു മലയാളി മരിച്ചിട്ടുള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവരുടെ മറ്റുള്ള കാര്യങ്ങളും ബോഡി നാട്ടിലെത്തിക്കേണ്ട കാര്യങ്ങൾ, അതിനുള്ള ഏർപ്പാടുകളൊക്കെ മലയാളി സമാജം തന്നെ ഇടപെട്ട് ചെയ്യണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ പരിസരത്ത് നിൽക്കുന്നത്. അതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. ഇനി അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും അഹമ്മദാബാദിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഓക്കെ, ഈ ദുരന്തം നടന്ന സ്ഥലത്തുള്ള ആളുകളുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്തോ? എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ?
ഈ റൺവേയിൽ നിന്ന് പ്ലെയിൻ പറന്ന് ഉയർന്ന് ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടേ ഉണ്ടാവത്തുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ഈ മേഘാണി നഗർ എന്ന് പറയുന്ന ആ റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ പറഞ്ഞത് ചെറിയ ചെറിയ ശബ്ദങ്ങൾ, പടക്കം പൊട്ടുന്ന മാതിരിയുള്ള ശബ്ദങ്ങൾ കേൾക്കാനുണ്ടായിരുന്നു. അപ്പൊ അതോടുകൂടിയിട്ടാണ് അപ്പൊ ആൾക്കാർ പെട്ടെന്ന് വീടിന് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് അപ്പോഴത്തേക്കും ഇത് തീയായി കഴിഞ്ഞു. തീ പിടിച്ചിട്ട് അങ്ങനെ താഴെ ഗ്രൗണ്ടിലേക്ക് വീഴുമായിരുന്നു. ഓക്കെ, എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കും ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരിടത്തും ഒരു കുറവ് കാണാനില്ല.